അതെ ഗൈസ്, നമ്മൾ ഇന്ന് ഉള്ളത് ഉപ്പുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് സൈഡിൽ. അതെ, ഇക്കോ സിനിമയിലെ ചില സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം എക്കോ സിനിമയിലെ ചില സീനുകൾ ഈ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് സൈഡിൽ ഷൂട്ട് ചെയ്യപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ഞാൻ പടം കണ്ടത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു സീനല്ലേ, ഒരു കാർ ആക്സിഡൻറ്റ്, അത് നടന്ന ഈ ഒരു സൈഡിലെങ്ങാണ്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സീനുമായിട്ട് ചില കണക്ഷൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. നിങ്ങൾക്ക് വരുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ എനിക്കൊരു കണക്ഷൻ ഈ ഫീലായി. അപ്പോൾ ഉപ്പുകുന്ന് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഈ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. സോ ഗൈസ്, നമുക്ക് ഈ ഉപ്പുകുന്നിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് തൊടുപുഴ വന്നിട്ട് ഉടുമ്പന്നൂർ വന്ന് ഉടുമ്പന്നൂരിൽ നിന്ന് ഉപ്പുകുന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. അത് വളരെയധികം വലിയൊരു കയറ്റമുള്ള റോഡാണ്. അത്ര നീറ്റായിട്ടുള്ള റോഡുമല്ല. നീറ്റായിട്ടുള്ള റോഡല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബറൈസർ അല്ല എന്നേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ്. അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം തൊടുപുഴ വന്ന് മൂലമറ്റം കയറി കുളമാവ് വന്ന് ഉപ്പുകുന്ന് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളി റോഡാണ് ഉള്ളത്. പക്ഷേ കുറച്ച് ദൂരം കൂടുതലുണ്ടാവും. അപ്പം ഉപ്പുകുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വളരെയധികം നല്ല കാഴ്ചകളാണുള്ളത്. നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കാരണം റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വണ്ടി കൊണ്ട് കാറിനോ ബൈക്കിനോ വന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് വരിക. അപ്പോൾ അടുത്ത യാത്രയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നത് തന്നെയാണ്. ഒരുപാട് നടക്കാനോ കാര്യങ്ങളോ പറ്റത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് താഴെ വശത്ത് തന്നെ ഇതിൻ്റെ വ്യൂ കിട്ടുന്നതാണ്. ഞാൻ പിന്നെ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറി പോകുന്നതാണ്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യവും. സോ എൻ്റെ ട്രാവൽ എപ്പോഴും നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വഴികളിൽ പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇതത്ര വ്യത്യസ്തമായിട്ടുള്ള വഴികളൊന്നുമല്ല, ഒരുപാട് മനുഷ്യർ കടന്നു പോകുന്ന ഒരു വഴികൾ തന്നെ ആട്ടോ അത്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറി പോരാം. അല്പം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ഒരു ഇങ്ങനത്തെ മരങ്ങളും കുറേ ചെടികളും കുറേ പുല്ലും അതുകൂടാതെ മൗണ്ടൻ്റെ തന്നെ വ്യത്യസ്തമായുള്ള വ്യൂസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള വഴികളിൽ കൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ അടുത്ത ഒരു യാത്രയിൽ ഉപ്പുകുന്ന് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഒരു പാട്ടായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇടുക്കി വരുന്ന ആളുകൾക്ക്, സോ ഇടുക്കിയിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ലൊക്കേഷനിലോട്ട് എത്തണമെങ്കിൽ അത് ഈ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് തന്നെയാണ്. നോക്കൂ, നിങ്ങൾ തന്നെ കാണുന്ന പോലെ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു വ്യൂ ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ല ഫോട്ടോസ് എടുക്കാനും പറ്റും, സേഫാണ്. അതുകൂടാതെ പാർക്കിംഗ് ഫീയോ അതല്ലെങ്കിൽ പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാനും പറ്റും. കൂടാതെ നിയർ ബൈ ഉള്ള കുളമാവ് ഡാമും കണ്ട് ആസ്വദിച്ച് പോകാനും പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത യാത്രയിൽ കാണും വരെ ബൈ.